തലച്ചോറിന്റെ ഫാക്ടറി പതിപ്പൊരുങ്ങുന്നു. ബ്ലൂ ബ്രെയിൻ പ്രോജക്ട് എന്ന പേരിൽ സ്വിറ്റ്സർലൻഡിൽ പുരോഗമിക്കുന്ന പദ്ധതിയുടെ തലവൻ ഇന്നലെ തിരുവനന്തപുരത്തെത്തി. തലച്ചോറിന്റെ പതിപ്പ് നിർമ്മിക്കുന്ന പദ്ധതിയുമായി സഹകരിക്കുന്ന ടെക്നോ പാർക്കിലെ പിക് സൊല്യൂഷൻസുമായുള്ള ചർച്ചയ്ക്കാണ് ഡോക്ടർ ഹെൻറി മാക്രം തിരുവനന്തപുരത്തെത്തിയത്. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ പുരോഗമിക്കുന്ന മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ കണക്കുകൂട്ടലുകളും വിവരശേഖരവും അതിഭീമമാണെന്ന് ടെക്നോ പാർക്കിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഡോക്ടർ മാക്രം വിശദീകരിച്ചു. ഈ ജോലികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമായാണ് കൃത്രിമ തലച്ചോർ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തലച്ചോർ സംബന്ധമായ രോഗങ്ങളുടെ പ്രതിവിധിക്കുള്ള പരീക്ഷണങ്ങളും തടസ്സങ്ങളില്ലാതെ നടത്താം. ഇതിനായി തലച്ചോറിന്റെ കമ്പ്യൂട്ടർ മാതൃകയാണ് സൃഷ്ടിക്കുക. Now what we can do is to start systematically and see how does the brain actually not only create 3D representations, but how does it project it like a virtual reality machine? How does it project it outside of ourselves? ലോകം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും കരുത്തേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ തലച്ചോർ. അതിപ്പോഴും വളരുകയാണെന്നും ഡോക്ടർ ഹെൻറി മാക്രം വിശദീകരിച്ചു. ജലജീവിയിൽ നിന്ന് ഇന്നത്തെ നിലയിലേക്കുള്ള മനുഷ്യന്റെ പരിണാമത്തിനൊപ്പം തുടങ്ങിയതാണ് മനുഷ്യ തലച്ചോറിന്റെ ഈ വളർച്ച. ഇത് നമ്മെ ഭാവിയിൽ മറ്റൊരു വർഗമാക്കി മാറ്റിയേക്കാം. With each generation there is an evolution of the brain towards a new brain, and it may be that that new brain will acquire and give you a higher form of consciousness. 35 പേരടങ്ങുന്ന ശാസ്ത്രജ്ഞരുടെ സംഘമാണ് സ്വിറ്റ്സർലാൻഡിലെ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ബ്ലൂ ബ്രെയിൻ പ്രോജക്ടിന് പിന്നിൽ. 2020 ആദ്യത്തെ കൃത്രിമ തലച്ചോറ് സൈബർ ലോകത്ത് പിറക്കുമെന്നാണ് ഈ ശാസ്ത്ര സംഘത്തിന്റെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.